Hello everyone, welcome to our YouTube channel. ഹിസ്റ്ററിയിലെ പീരീഡ്സിനെ പലതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിലെ പല സാമ്രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് റോമൻ എംപയർ അഥവാ റോമൻ സാമ്രാജ്യം. ഈ വീഡിയോയിൽ റോമൻ സാമ്രാജ്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭരിക്കാനുള്ള എളുപ്പത്തിനായി റോമൻ സാമ്രാജ്യത്തെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റോമൻ സാമ്രാജ്യത്തെ. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവും വെസ്റ്റേൺ റോമൻ സാമ്രാജ്യവും. ആദ്യമായി ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ? ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻസ്: റോം, ബാഗ്ദാദ്, കോൺസ്റ്റന്റിനോപ്പിൾ, മെഡീന. ഇതിലെ ഉത്തരം കോൺസ്റ്റന്റിനോപ്പിൾ ആണ്. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റിനോപ്പിൾ ആണ്. രണ്ട് കടലുകളുടെ നടുക്കുള്ള ഒരു സിറ്റിയാണ് കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന സിറ്റി. ഗൾഫ് ഓഫ് ഫോസ്ഫോറസ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് കോൺസ്റ്റന്റിനോപ്പിൾ എന്നതും അതിലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏർലിയർ നെയിം ഫോർ കോൺസ്റ്റന്റിനോപ്പിൾ? കോൺസ്റ്റന്റിനോപ്പിളിന്റെ ആദ്യത്തെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിളിന്റെ പണ്ടത്തെ പേരെന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ്: ബാഗ്ദാദ്, ഇസ്താംബുൾ, മെഡീന, ബൈസാൻറ്റം. ഇതിലെ ഉത്തരം ബൈസാൻറ്റം ആണ്. ബൈസാൻറ്റം എന്നൊരു പേര് കോൺസ്റ്റന്റിനോപ്പിളിന്റെ പണ്ടത്തെ പേരായതുകൊണ്ട് തന്നെ ബൈസാൻറ്റം എംപയർ എന്നും റോമൻ എംപയർ അറിയപ്പെട്ടിരുന്നു. മൂന്നാമത്തെ ചോദ്യം, കോൺസ്റ്റന്റിനോപ്പിൾ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ വിച്ച് ടു സീസ്? രണ്ട് കടലുകൾക്കിടയിലാണ് കോൺസ്റ്റന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അത് ഏതൊക്കെ രണ്ട് കടലുകളാണെന്നാണ് മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് സീ, മെഡിറ്ററേനിയൻ ആൻഡ് ബ്ലാക്ക് സീ, മെഡിറ്ററേനിയൻ ആൻഡ് റെഡ് സീ. ഉത്തരം മെഡിറ്ററേനിയൻ ആൻഡ് ബ്ലാക്ക് സീ ആണ്. നാലാമത്തെ ചോദ്യം, പ്രസന്റ് കോൺസ്റ്റന്റിനോപ്പിൾ ഈസ് നോൺ ആസ്? ഇപ്പോഴത്തെ കോൺസ്റ്റന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇസ്താംബുൾ, റോം, ബൈസാൻറ്റം, മെഡീന. ഇതിലെ ശരിയായ ഉത്തരം ഇസ്താംബുൾ ആണ്. ഇസ്താംബുൾ എന്ന നാമത്തിലാണ് ഇപ്പോൾ കോൺസ്റ്റന്റിനോപ്പിൾ അറിയപ്പെടുന്നത്. അടുത്ത ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, വെൽ ഫേമസ് റൂളർ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ്? ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരെന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ചാർലിമെയിൻ, ജസ്റ്റീനിയൻ, മൻസ മൂസ, മുഹമ്മദ് ടു. ഇതിലെ ശരിയായ ഉത്തരം ജസ്റ്റീനിയൻ ആണ്. ഹൂ കൺവേർട്ടഡ് റോമൻ ലോസ് ഇൻറ്റു കോഡ് ഓഫ് ലോസ്? റോമൻ നിയമങ്ങളെ ആരാണ് കോഡ് ഓഫ് ലോ ആയി മാറ്റിയ ഭരണാധികാരി എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ്: ജസ്റ്റീനിയൻ, ചാർലിമേ, ഹറുൺ അൽ റഷീദ്, സുലൈമാൻ. ജസ്റ്റീനിയൻ ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. റോമൻ എംപയറിലെ ലോസിനെ എല്ലാം കോഡ് ഓഫ് ലോസ് ആക്കി മാറ്റിയ ഒരു ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. അതുകൊണ്ട് തന്നെ ഈ കോഡ് ഓഫ് ലോസിനെ ജസ്റ്റീനിയൻ കോഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ജസ്റ്റീനിയൻ കോഡ് വാസ് ബേസ്ഡ് ഓൺ? ജസ്റ്റീനിയൻ കോഡ് എന്തൊക്കെ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്? ഓപ്ഷൻസ്: ജസ്റ്റിസ്, റീസണിംഗ്, ജനറോസിറ്റി, ഓൾ ഓഫ് ദി അബവ്. ഇതിലെ ഉത്തരം ഓൾ ഓഫ് ദി അബോവ് ആണ്. ജസ്റ്റിസും ജനറോസിറ്റിക്കും
റീസണിങ്ങിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ജസ്റ്റീനിയൻ കോഡ് നിലനിൽക്കുന്നത്. ജസ്റ്റീനിയൻ കോഡ് ഓഫ് ലോസ് വാസ് അഡോപ്റ്റഡ് ബൈ വിച്ച് റൂളർ? ഏത് ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ കോഡ് ഓഫ് ലോ അദ്ദേഹത്തിൻ്റെ എംപയറിൽ കൊണ്ടുവന്നത്? മൻസ മൂസ, ടിമുർ, സുലൈമാൻ, നെപ്പോളിയൻ. ഇതിലെ ശരിയായ ഉത്തരം നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് റൂളർ ആയിരുന്ന നെപ്പോളിയൻ ആണ് അദ്ദേഹത്തിൻ്റെ എംപയറിൽ ജസ്റ്റീനിയൻ കോഡ് കൊണ്ടുവന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റിയിട്ടാണ്. വെസ്റ്റേൺ റോമൻ എംപയറിനെ ഹോളി റോമൻ എംപയർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം വെസ്റ്റേൺ റോമൻ എംപയറിലെ റോം കെയിം ടു ആൻ എൻഡ് ഡ്യൂ ടു വിച്ച് ട്രൈബ്? ഏത് ട്രൈബിന്റെ അറ്റാക്ക് മൂലമാണ് റോമിന് ഡിക്ലൈൻ സംഭവിച്ചത്, അല്ലെങ്കിൽ റോമിന്റെ അധികാരം റോമിന് നഷ്ടപ്പെട്ടത്? ഇൻഡിജീനിയസ് ട്രൈബ്, ജർമ്മനിക് ട്രൈബ്സ്, അറബിക് ട്രൈബ്സ്, മംഗോളിയൻ ട്രൈബ്സ്. ഇതിലെ ശരിയായ ഉത്തരം ജർമ്മനിക് ട്രൈബ്സ് ആണ്. അടുത്ത ചോദ്യം ഹൂ വാസ് ദ ഫേമസ് ഫ്രാങ്കിഷ് റൂളർ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ? വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രാങ്കിഷ് റൂളർ ആരാണെന്നാണ് അടുത്ത ചോദ്യം. നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, റോമിന്റെ അധികാരം നഷ്ടപ്പെട്ടത് ട്രൈബിന്റെ അറ്റാക്ക് മൂലമാണ്. അത് ജർമ്മനിക് ട്രൈബ്സിന്റെ അറ്റാക്ക് മൂലം. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജർമ്മനിക് ട്രൈബാണ് ഫ്രാങ്ക് എന്ന് പറയുന്ന ട്രൈബ്. ആ ട്രൈബ് തുടങ്ങി വെച്ച ഒരു സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്ന സാമ്രാജ്യം. ആ ഫ്രാങ്കിഷ് എംപയറിലെ വളരെ പ്രധാനപ്പെട്ട ഭരണാധികാരിയെ പറ്റിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ്: ചാർലിമെയിൻ, മൻസ മൂസ, ടിമുർ, സുലൈമാൻ. ഇതിലെ ശരിയായ ഉത്തരം ചാർലിമെയിൻ ആണ്. ചാർലിമെയിൻ വാസ് ഇൻ വിച്ച് ഡൈനാസ്റ്റി? ഏത് വംശത്തിൽ പിറന്ന ആളാണ് ചാർലിമെയിൻ എന്ന ഫ്രാങ്കിഷ് റൂളർ എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: സുങ്ക ഡൈനാസ്റ്റി, മഞ്ചു ഡൈനാസ്റ്റി, മിങ് ഡൈനാസ്റ്റി, കാരോലിംഗൻ ഡൈനാസ്റ്റി. ഇതിലെ ശരിയായ ഉത്തരം കാരോലിംഗൻ ഡൈനാസ്റ്റി ആണ്. ശരിയായ ഉത്തരം കാരോലിംഗൻ ഡൈനാസ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ ചാർലിമെയിൻ സേവ്ഡ് വിച്ച് സ്പിരിച്വൽ ഹെഡ് ഫ്രം ദ ട്രൈബൽ അറ്റാക്ക്? ചാർലിമെയിൻ ഏത് സ്പിരിച്വൽ ഹെഡിനെയാണ് ട്രൈബൽ അറ്റാക്കിൽ നിന്നും രക്ഷിച്ചത്? ആ ട്രൈബിന്റെ പേര് ലാംബാർഡ് എന്നാണ്. ലാംബാർഡ് എന്ന ട്രൈബൽ ഗ്രൂപ്പിൽ നിന്നും ഏത് സ്പിരിച്വൽ ലീഡറിനെയാണ് ചാർലിമെയിൻ സേവ് ചെയ്തതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: പോപ്പ് ലിയോ 3, പോപ്പ് ലിയോ 1, പോപ്പ് ലിയോ 2. ഇതിലെ ആൻസർ പോപ്പ് ലിയോ 3. അടുത്ത ക്വസ്റ്റ്യൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സ് ആർ നോൺ ആസ്? ചാർലിമെയിനിന്റെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കൗണ്ട്സ്, അക്കൗണ്ട്സ്, ട്രൂപ്പ്, മിൻസി, ഡൊമിനിസി. ഇതിലെ ശരിയായ ഉത്തരം കൗണ്ട്സ് ആണ്. കൗണ്ട്സ് എന്നാണ് ചാർലിമെയിൻ എന്ന ഭരണാധികാരി അപ്പോയിന്റ് ചെയ്ത ലോക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് അപ്പോയിന്റ് ചെയ്ത ഓഫീസേഴ്സിനെ പറയുന്ന പേര് കൗണ്ട്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാർലിമെയിൻ നോൺ ആസ്? ചാർലിമെയിൻ എന്ന ഭരണാധികാരി സീക്രട്ട് ആയിട്ട് ഈ സ്പൈ വർക്ക് പോലെ സീക്രട്ട് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്നു. ഈ ലോക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന പേരെന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: കൗണ്ട്സ്, നീസി, ഡൊമിനിസി, അലയൻസ്,
ട്രസ്റ്റ്. ഇതിലെ കറക്റ്റ് ഉത്തരം മീൻസി ഡൊമിനിസി. വെസ്റ്റേൺ റോമൻ എംപയറിലെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ചാർലിമെയിൻ എന്ന ഭരണാധികാരി. അദ്ദേഹം ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഫോക്കസ് ചെയ്ത ഒരു ഭരണാധികാരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെയൊക്കെ ഒരു മെയിൻ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഫീൽഡിൽ വളരെ പ്രൊമിനൻ്റ് ആയി നമുക്ക് എടുത്തു പറയുന്ന ഒരുപാട് റൂളേഴ്സിൽ ഒരു ആളാണ് ചാർലിമെയിൻ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹം പോപ്പ് ലിയോ III ട്രൈബൽ അറ്റാക്കിൽ നിന്നും രക്ഷിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ റോമൻ എംപയറിനെ ഹോളി റോമൻ എംപയർ എന്ന പേരും ലഭിച്ചത്. അദ്ദേഹം പൊളിറ്റിക്കൽ അലയൻസ് വഴിയിട്ടും ആർമി സപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ അലയൻസ് വഴി മാട്രിമോണിയൽ അലയൻസ് വഴിയുമാണ് അദ്ദേഹത്തിന്റെ എംപയർ സ്ട്രെങ്തൻ ചെയ്തത്. വെസ്റ്റേൺ റോമൻ എംപയറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റലക്ച്വൽ അവേക്കനിങ് ഡ്യൂറിങ് ചാർലിമെയിൻ റെയിൻ ഈസ് നോൺ ആസ്. ചാർലിമെയിനിന്റെ റൂളിംഗ് ടൈമിൽ അദ്ദേഹം ചെയ്ത ഇന്റലക്ച്വൽ അവേക്കനിങ്ങിനെയാണ് എന്ത് നാമത്തിലാണ് അത് അറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 ചാർലിമെയിൻ റിനൈസൻസ്, കാരോലിംഗൻ റിനൈസൻസ്, ഇന്റലക്ച്വൽ റിനൈസൻസ്, നോളേജ് റിനൈസൻസ്. ഇതിലെ ഉത്തരം കാരോലിംഗൻ റിനൈസൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റിയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അവേക്കനിങ് ആയ റിനൈസൻസ് അറിയപ്പെട്ടത്. അതാണ് കാരോലിംഗൻ റിനൈസൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഉടനടിയുള്ള നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.